ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ട റെസിപ്പി ആട്ടോ. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റെസിപ്പി. നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ടേസ്റ്റി റെസിപ്പി കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് നമുക്ക് ഈ മുട്ട വേവിച്ചെടുക്കാം. നല്ലപോലെ കുത്തി പൊടിച്ചെടുക്കരുത് ഈ മുട്ട, ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി വേവിച്ചെടുക്കാം. ഞാൻ എന്താ മുട്ടയൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു 2 വലിയ ഉള്ളി കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. വലിയ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് ഒരു ഗോൾഡൻ കളർ ആവണം. അപ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഒരു റെസിപ്പിക്ക്. നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ലപോലെ വേവിച്ചൊരു ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്കിതിലേക്ക് 5 വെളുത്തുള്ളി കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ കീറിയത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ റെസിപ്പിക്ക്. അതുകൊണ്ട് ചെറിയ ഉള്ളി സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ നല്ലപോലെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് ആ പൊടികളുടെ പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച മുട്ടയുണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഉള്ളിയും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം. ഒരു 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ട റെസിപ്പി റെഡിയായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ കുഴച്ച് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാം കേട്ടോ. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. അതാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മുട്ട റെസിപ്പി നമ്മൾ വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.